ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശ്രീ ഉദയകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റ ദിവസം വിശിഷ്ട വ്യക്തികൾക്ക് സ്വീകരണവും ആദരവും നൽകി. MLA തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാരപ്പറമ്പ് ഉദയകുറുമ്പ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ കൊടിയേറ്റ ദിവസം മലബാർ ദേവസ്വം ബോർഡ് കോഴിക്കോട് ഏരിയ കമ്മിറ്റി ചെയർമാനും അംഗങ്ങൾക്കും പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീകുമാർ കോർമത്തിനും ക്ഷേത്രത്തിൽ വെച്ച് സ്വീകരണമൊരുക്കി. സ്വീകരണ പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേത്രങ്ങളുടെ ഒരു പുനരുദ്ധാരണം ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിയും. ആ മാറ്റങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ബോധ്യമായി നമ്മുടെ പൂർവികർ നമുക്കിതൊക്കെ ഉണ്ടാക്കി തന്നത് വെറുതെ അല്ല, വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രങ്ങളാണ് സത്യത്തിൽ. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുമേശൻ K അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ, 70ാം വാർഡ് കൗൺസിലർ N ശിവപ്രസാദ്, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ P, പാരമ്പര്യ ട്രസ്റ്റി രാധാകൃഷ്ണ മേനോക്കി, ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ, ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ N സതീഷ് കുമാർ, ട്രസ്റ്റി ബോർഡ് അംഗം സതീഷ് ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാർച്ച് 14 മുതൽ 23 വരെയാണ് ക്ഷേത്രത്തിൽ പാട്ട് മഹോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ചകൾ കേരള സമൂഹത്തിൽ ഉയർത്തുന്നതിനായി